വണ്ടി വിടുക, ആൾക്കാർ ഭയങ്കര വയലന്റ് ആവുന്നു. ആ BJPയുടെ വക്താക്കൾ കേരളത്തിൽ പറയുന്നത് ഈ എന്താണ് ഈ പ്രിയദർശിനി പദ്ധതി എല്ലാ ബസ്സുകളിലേക്കും വ്യാപിപ്പിച്ചില്ല എന്ന് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം BJP അംഗങ്ങൾ. എന്നിട്ട് വേണം ഇത്തരം വാദമുഖങ്ങളുമായിട്ട് മുൻപോട്ട് വരാനായിട്ട്. നിങ്ങൾ RSSനെ മാത്രം വാഴ്ത്തുന്നവരായിട്ട് ഇരുന്നാൽ പോരാ. ബഹുജനത്തിന്റെ താല്പര്യം എന്താണ് എന്ന് നോക്കണം. ബസ് വഴി, സർചാർജ് വഴി, പണ്ടാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട്, ഇപ്പോഴാണെങ്കിലും കോർപ്പറേറ്റ്സിന്റെ സംഭാവന, അങ്ങനെ കോടി പണം വന്നു ചേരുന്നുണ്ട്. അത് 10,000 ബീഹാറിൽ ഒരു സ്ത്രീക്ക് കൊടുക്കാം. എല്ലായിടത്തും കൊടുത്ത് നിങ്ങൾക്ക് വോട്ട് പിടിച്ച് ഭരണത്തിൽ വരാം. അതുപോലെയല്ല UDF ഗവൺമെന്റ്. ന്യായമല്ലാത്ത കാര്യങ്ങളിലൂടെ അല്ല അവര് വരുമാന സമാഹരണം നടത്തുന്നത്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന UDF സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്കെതിരെ സമരം ചെയ്ത് രണ്ടാമത്തെ തവണയാണ് BJP പ്രവർത്തകർ അപഹാസ്യരാകുന്നത്. ആദ്യം UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മെയ് 15-ന് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രാവർത്തികമായില്ല എന്ന് പറഞ്ഞായിരുന്നു സമരം ചെയ്തത്. ഇന്ന് കൃത്യം ഒരു മാസത്തിനിപ്പുറം ജൂൺ 15-ന് വീണ്ടും സമരം. ഇക്കുറി എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര വേണമെന്ന് പറഞ്ഞായി സമരം. രണ്ടായാലും സമരം ചീറ്റിപ്പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആദ്യത്തെ സമരം നടന്നത് മെയ് 15-ന്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകുന്ന സമയത്ത് മെയ് 15 മുതൽ സൗജന്യ യാത്ര എന്ന് UDF നേതാക്കൾ വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു സമരം. സർക്കാർ അധികാരത്തിൽ കയറുകയോ മന്ത്രിസഭ ചേരുകയോ പോലും ചെയ്തിട്ടില്ലാത്ത സമയത്തായിരുന്നു ഇതെന്ന് ഓർക്കണം. ഒരു സർക്കാർ പദ്ധതി എങ്ങനെയാണ് നടക്കുന്നതെന്നോ അതിന്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്നോ ബോധമില്ലാത്തവരാണോ ഈ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് തോന്നിപ്പോകും. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന യൂണിറ്റിന് ഇതേക്കുറിച്ച് വലിയ പിടിപാടില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 35 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയാൽ കേരളം ഞങ്ങൾ ഭരിക്കും എന്ന് പറഞ്ഞവരെ ഓർത്ത് നെടുവീർപ്പിടേണ്ടി വരും. സർക്കാർ പ്രഖ്യാപനം നടത്തി അത് ഓർഡറായി ഇറങ്ങാതെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഇല്ലാതെ ഒരു പദ്ധതി നടപ്പാകില്ല എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ യുക്തി ഈ കൂട്ടർക്ക് ഇല്ലാതെ പോയോ? അതല്ലെങ്കിൽ അന്ധമായ രാഷ്ട്രീയ വിരോധം മാത്രം വെച്ചു പുലർത്തുന്ന സമീപനമായി ഇതിനെ കണ്ടാലും മതി. ദേശീയ തലത്തിൽ പ്രവർത്തിച്ച കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തി സംസ്ഥാന പ്രസിഡന്റായി ഉള്ളപ്പോഴാണ് ഈ രീതിയിലുള്ള സ്വയം അപഹാസ്യരാകുന്ന BJPയുടെ പ്രതിഷേധം. ഇപ്പോൾ പറഞ്ഞത് സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC യാത്രയെ ചൊല്ലിയുള്ള ആദ്യ പ്രതിഷേധത്തെക്കുറിച്ചാണ്. അന്ന് പ്രതിഷേധക്കാർക്ക് ടിക്കറ്റ് കൊടുത്ത വനിതാ കണ്ടക്ടർക്ക് 1000-ഓളം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. കാരണം സൗജന്യം ആവശ്യപ്പെട്ട ബസ്സിൽ കയറിയ BJPയുടെ വനിതാ പ്രവർത്തകർ പ്രതിഷേധം നടത്തിയതും സൗജന്യം അവകാശപ്പെട്ടായിരുന്നു. കണ്ടക്ടർ കൊടുത്ത ടിക്കറ്റിന് പ്രതിഷേധക്കാർ പണം നൽകിയില്ല. നിയമപ്രകാരം ആ പണം കണ്ടക്ടർ KSRTCക്ക് നൽകണം. ആ പാവം വനിതാ കണ്ടക്ടറോട് പ്രതിഷേധിക്കാൻ വന്ന വനിതകൾക്ക് കനിവ് തോന്നിയില്ല. യുക്തിയില്ലാത്ത പ്രതിഷേധവും യുക്തിസഹമല്ലാത്ത ചിന്തയും. രണ്ടാമത്തെ സമരം ഇന്ന് ജൂൺ 15-ന് കോട്ടയത്ത്. ഇന്ന് തിങ്കളാഴ്ച മുതലാണ് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി ആരംഭിക്കാൻ കഴിഞ്ഞയാഴ്ച മന്ത്രിസഭ ചേർന്ന് തീരുമാനം എടുത്തപ്പോൾ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് ആദ്യത്തെ 100 ദിവസം പരീക്ഷണ ഓട്ടമാണ്. അതും കേരളത്തിൽ എല്ലായിടത്തും സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സുകളിലും ഓർഡിനറിയുടെ ടിക്കറ്റ് നിരക്കുള്ള മറ്റ് ലോക്കൽ ബസ്സുകളിലുമായിരിക്കും സൗജന്യ യാത്ര എന്ന്. പക്ഷേ ഇത് മനസ്സിലാക്കാതെ മഹിളാ മോർച്ചയും BJPയും സമരം ചെയ്യാൻ കൊടിയും പൊക്കി പിടിച്ച് ചെന്ന് കയറിയത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ. ആവശ്യമൊന്നു മാത്രം, എല്ലാ ബസ്സിലും സൗജന്യ യാത്ര വേണം. ഞങ്ങൾ യാത്ര ചെയ്യും, പക്ഷേ ടിക്കറ്റ് എടുക്കില്ല. ടിക്കറ്റ് അടിച്ചാലും പണം തരില്ല എന്നായി സമരക്കാർ സമരം ആരംഭിച്ചതോടെ ഡ്രൈവർ ബസ് സ്റ്റാൻഡിൽ നിന്നെടുക്കാതെ ട്രാക്കിൽ തന്നെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി. ബസ് പുറപ്പെടേണ്ട സമയം കഴിഞ്ഞ് അരമണിക്കൂറിലധികം കഴിഞ്ഞിട്ടും ബസ് എടുക്കാതായതോടെ യാത്രക്കാർക്ക് ക്ഷമ നശിച്ചു. ബസ് തടഞ്ഞു നിർത്തി വേണോ സമരം എന്നായി യാത്രക്കാരുടെ ചോദ്യം. യാത്രക്കാർക്ക് മുന്നിൽ സമരക്കാർക്ക് ഉത്തരം മുട്ടി. ഒടുവിൽ ബസ് ഞങ്ങൾ തടഞ്ഞില്ലല്ലോ, ഡ്രൈവർ എടുക്കാത്തതല്ലേ എന്ന മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് പതിയെ തടിയൂരി. ഡ്രൈവർ ബസ് എടുത്ത് സമരക്കാർക്ക് കണ്ടക്ടർ ടിക്കറ്റ് അടിച്ചു കൊടുത്താലും സമരക്കാർ പണം നൽകിയില്ല എങ്കിൽ കണ്ടക്ടറും ഡ്രൈവറും ബാധ്യതക്കാരാകും. ആദ്യത്തെ സമരം മഹിളാ മോർച്ച നടത്തിയ ദിവസം സമാന സംഭവം ഉണ്ടായത് സൂചിപ്പിച്ചതാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് ഡ്രൈവർ ബസ് എടുക്കാതെ ഇറങ്ങിപ്പോയത്. സമരക്കാരുടെ മണ്ടത്തരത്തിന് പട്ടിണിയിലാകുന്നത് ഈ പാവം ജീവനക്കാരിയാകുമെന്ന് സാരം. കാര്യം എന്തായാലും ഹീറോ ആകാൻ പബ്ലിക്കായി സമരം ചെയ്ത് സീറോ ആയി മാറി എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് മാഡം കൂടി പ്രതികരിക്കുന്നുണ്ട്. മേരി ജോർജ് മാഡത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഒരു മാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ
എന്തുകൊണ്ട് എല്ലാ ബസ്സുകളിലും നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞ് പോർവിളിയുമായി വന്നിരിക്കുന്ന BJP ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിന്റെ ധനപ്രതിസന്ധിയുടെ ഒരു പ്രധാന പങ്ക് ചുക്കാൻ പിടിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷനിൽ കൃത്രിമം കാണിച്ചത് എന്ന് ഞാൻ പറയുന്നത് കൃത്യതയോടെയാണ്. 2015 വരെ ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷന് വേണ്ടി ഫോളോ ചെയ്തിരുന്ന മാനദണ്ഡങ്ങൾ മാറ്റിമറിച്ചു 2014 ഭരണത്തിൽ വന്ന BJP ഗവൺമെന്റ്. എന്തിനാണ്? BJPയുടെ പ്രിയപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഹിതം കിട്ടാൻ വേണ്ടി. അങ്ങനെ മാനദണ്ഡങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഈ അവഗണന, അതായത് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷനിൽ വലിയ ഇടിവുണ്ടായത്. അത് ഒരു വശത്ത്. രണ്ടാമത് അതിനേക്കാൾ വലിയ പ്രഹരം നടത്തിയത് 68 സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ്, കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂടി പങ്കിട്ട് നടത്തുന്ന സ്കീംസ് ഉണ്ടായിരുന്നു. അവയെ വെട്ടിച്ചുരുക്കി 28 സ്കീംസ് ആക്കി. വെട്ടിച്ചുരുക്കി എന്ന് മാത്രവുമല്ല, 28 സ്കീംസ് ആക്കി എന്ന് മാത്രവുമല്ല, കേന്ദ്രത്തിന്റെ ഷെയർ കണ്ടമാനം വെട്ടിക്കുറച്ച് പകരം സംസ്ഥാനങ്ങളുടെ ഷെയർ അത് കണ്ട് ഉയർത്തി. അതിന്റെ ഒരേ ഒരു എക്സാമ്പിൾ ആണ് MGNREGA, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. അതിനെ രാംജി ബി റാം എന്നുള്ള പേര് മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ചെയ്തത്? അതായത് UPA ഗവൺമെന്റ് ആ പദ്ധതി കൊണ്ടുവരുമ്പോൾ 10% സംസ്ഥാനവും 90% കേന്ദ്രവുമായിരുന്നു. മറിച്ച് ഇപ്പോൾ 60% സംസ്ഥാനവും 40% കേന്ദ്രവും എന്ന രീതിയിൽ അതിന്റെ ഇത് മാറ്റി. എന്ന് വെച്ചാല് ആ ഭാരം മുഴുവനും സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ സംസ്ഥാനങ്ങളിൽ നിന്ന് ധനാപഹരണം നടത്തുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. എന്നിട്ടാണ് ആ BJPയുടെ വക്താക്കൾ കേരളത്തിൽ പറയുന്നത് ഈ പ്രിയദർശിനി പദ്ധതി എല്ലാ ബസ്സുകളിലേക്കും വ്യാപിപ്പിച്ചില്ല എന്ന്. ഇനി അതുപോലെ മാത്രം തീർന്നില്ല കേന്ദ്രത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതായത് കേന്ദ്രം സെസ് വഴിയും സർചാർജ് വഴിയും രണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന നികുതി നിർദ്ദേശങ്ങളാണ് എന്ന് എനിക്കറിയാം. പക്ഷെ ഈ 2 നികുതികളിലും ഒരു പ്രത്യേകതയുണ്ട്. ഇത് രണ്ടും സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടേണ്ട. ഇനി വേറൊരു പ്രത്യേകത, കണ്ടമാനം സെസ്സും സർചാർജും പിരിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കാനുള്ള ആ സാഹചര്യം, ആ കോണ്ടെക്സ്റ്റ് പോലും പരിമിതപ്പെടുത്തി പോകും. അങ്ങനെ മാക്സിമം, അതായത് പിരിക്കാവുന്നതിന്റെ അങ്ങേയറ്റം സെസ് വഴിയും സർചാർജ് വഴിയും പിരിച്ച് അത് കേന്ദ്ര പൂളിലേക്ക് വരാതെ മാറ്റി നിർത്തി സമാഹരണം നടത്തുന്നു. അങ്ങനെ സമാഹരണം നടത്തുന്നു എന്ന് മാത്രവുമല്ല, ആ വിധത്തിൽ സംസ്ഥാനങ്ങളെ വലിയ ധനപ്രതിരോധത്തിലാക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കുന്നത് കാണാതെ, അതുകൊണ്ടാണ് കേരള സംസ്ഥാനം ഇത്ര വലിയ ധനപ്രതിസന്ധിയിൽ എത്തിയത്. അത് ഇടതുപക്ഷ ഗവൺമെന്റ് പറയുമ്പോൾ ഇടതുപക്ഷത്തിന് പഴിചാരാൻ മാത്രം പഠിച്ചാൽ പോരാ, കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം BJP അംഗങ്ങൾ. എന്നിട്ട് വേണം ഇത്തരം വാദമുഖങ്ങളുമായിട്ട് മുൻപോട്ട് വരാനായിട്ട്. ഇപ്പോ ഈ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട് അവരോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ 101% പാലിക്കാൻ UDF ഗവൺമെന്റ് തയ്യാറാകുന്നു എന്നതിന്റെ തെളിവാണ്. അത് മാത്രവുമല്ല, ആദ്യഘട്ടം ഇപ്പോൾ നടപ്പിലാക്കി. ഇനി ബജറ്റിംഗ് കഴിഞ്ഞ് അതേപറ്റി ഒരു കർശനമായ പഠനം നടത്തുമെന്നാണ് മുഖ്യമന്ത്രിയും ട്രാൻസ്പോർട്ട് മന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. ആ പഠനത്തിന്റെ കണ്ടെത്തലുകൾക്കനുസരിച്ച് ഇതിന്റെ ബാക്കി ഭാഗം കൂടി, അതായത് ഇത് പൂർണ്ണതോതിൽ നടപ്പാക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ച് അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ BJPക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് പല ദിശകളിൽ പ്രവർത്തിക്കുന്നവർ, പല മഹാരഥരും പറഞ്ഞിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ. ഏറ്റവും ഉയർന്ന വരുമാനക്കാർക്ക് ഇങ്ങനെ ഒരു ഇളവ് കൊടുക്കേണ്ട കാര്യമില്ല, അതും പ്രത്യേകിച്ച് സംസ്ഥാനം ഇങ്ങനെ ധനപ്രതിസന്ധിയിലായിരിക്കെ. അത്തരക്കാരുടെ അഭിപ്രായങ്ങൾക്ക് കൂടി മാന്യത കൊടുക്കാനായിട്ട് നോക്കണം. നിങ്ങൾ RSSനെ മാത്രം വാഴ്ത്തുന്നവരായിട്ട് ഇരുന്നാൽ പോരാ, ബഹുജനത്തിന്റെ താല്പര്യം എന്താണ് എന്ന് നോക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് ഇഷ്ടം പോലെ സെസ് വഴി സർചാർജ് വഴി, പണ്ടാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട്, ഇപ്പോഴാണെങ്കിലും കോർപ്പറേറ്റ്സിന്റെ സംഭാവന, അങ്ങനെ കോടി പണം വന്നു ചേരുന്നുണ്ട്. അത് 10,000 ബീഹാറിൽ ഒരു സ്ത്രീക്ക് കൊടുക്കാം,
എല്ലായിടത്തും കൊടുത്ത് നിങ്ങൾക്ക് വോട്ട് പിടിച്ച് ഭരണത്തിൽ വരാം. അതുപോലെയല്ല UDF ഗവൺമെന്റ്. ന്യായമല്ലാത്ത കാര്യങ്ങളിലൂടെ അല്ല അവര് വരുമാന സമാഹരണം നടത്തുന്നത്. അപ്പൊ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നത് കൂടി BJP ഗവൺമെന്റ് മനസ്സിലാക്കണം. സ്വയം തിരുത്താൻ ശ്രമിക്കാതെ മറ്റ് ഗവൺമെന്റുകളെ തിരുത്താനും വരുതിയിലാക്കാനും BJPയിലേക്ക് ആകർഷിക്കാനും ശ്രമിക്കുന്ന ആ വൃത്തികെട്ട സംസ്കാരത്തിന് ഇപ്പോൾ തന്നെ ഒരു മൂടുപടമിടുന്നത് നന്നായിരിക്കും.